ഇന്ന് കേരളത്തിൽ തെരുവ് നായ പ്രശ്നം വളരെയേറെ രൂക്ഷമായിരിക്കുകയാണ്. പല പരിഹാര മാർഗങ്ങളും ഇവയ്ക്കുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ തെരുവ് നായകളെ ഉന്മൂലനം ചെയ്യാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. പിഞ്ചു കുഞ്ഞിന് മുതൽ പ്രായമായവർക്ക് വരെ നേരെ ആക്രമണമുണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ നായയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണമെന്ന അവബോധം എല്ലാവരിലും ഉണ്ടായിരിക്കണം. നായ കടിച്ചാൽ ഉടൻ തന്നെ ചെയ്യേണ്ട മാർഗങ്ങളെക്കുറിച്ച് എത്നിക് ഹെൽത്ത് കോഡ് നിർദ്ദേശിക്കുന്നു. നായയുടെ ഉമിനീരിലൂടെയാണ് വൈറസ് മനുഷ്യശരീരത്തിലെത്തുന്നത്. പേവിഷബാധയേറ്റാൽ അത് മരണത്തിലേക്ക് തന്നെ വഴിതെളിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് നന്നായി കഴുകുക എന്നതാണ്. അത് വീട്ടിൽ വളർത്തുന്ന നായയാണെങ്കിലും തെരുവ് നായയാണെങ്കിലും ഇത് ചെയ്യുക. കടിയേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. ഒഴുകുന്ന വെള്ളത്തിൽ 15 മിനിറ്റോളം കഴുകണം. സോപ്പ് ഉപയോഗിച്ച് വേണം കഴുകാൻ. ആന്റി ബാക്ടീരിയൽ സോപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നോർമൽ സോപ്പാണെങ്കിലും മതിയാകും. മുറിവ് ആഴത്തിലുള്ളതാണെങ്കിലും കഴുകുക. റാബ്ദോ ഇനത്തിൽപ്പെട്ട വൈറസാണ് പേവിഷബാധയ്ക്ക് കാരണമാകുന്നത്. ഈ വൈറസിനെ പൊതിഞ്ഞ് ഒരു കൊഴുപ്പ് പാളിയുണ്ട്. സോപ്പ്, ഫിനോൻ, അയോഡിൻ എന്നിവയ്ക്ക് ഈ പാളിയെ തകർക്കാനുള്ള ശേഷിയുണ്ട്. ഇത് വൈറസ് നശിപ്പിക്കുന്നു. മുറിവ് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം കടിയേറ്റ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കടിയേറ്റ ഭാഗം കെട്ടിവെക്കണമെന്ന് നിർബന്ധമില്ല. മുറിവ് തുറന്ന രീതിയിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവിൽ നിന്നുള്ള രക്തസ്രാവം 5 മിനിറ്റിൽ തന്നെ നിലയ്ക്കും. എന്നാൽ ചിലരിൽ രക്തസ്രാവം കൂടുതൽ നേരം നീണ്ടു നിൽക്കാറുണ്ട്. ഇത്തരക്കാരുടെ മുറിവിൽ നല്ല വൃത്തിയുള്ള തുണിയോ മറ്റോ കൊണ്ട് അമർത്തിപ്പിടിക്കുക. പേവിഷബാധയെ സംബന്ധിച്ചുള്ള ചികിത്സാ രീതി. പേയുണ്ടെന്ന് സംശയിക്കുന്നതും ഇല്ലാത്തതുമായ നായ മുറിവ് പറ്റാത്ത രീതിയിൽ തൊടുകയോ നക്കുകയോ ചെയ്താൽ വാക്സിനേഷന്റെ ആവശ്യമില്ല. എന്നാൽ നായ തൊലിപ്പുറത്ത് മാന്തുക, രക്തസ്രാവം വരാത്ത തരത്തിൽ കടിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണം. ത്വക്ക് തുളഞ്ഞു കയറുന്ന തരത്തിലുള്ള തീവ്രതയേറിയ കടി, മാന്തൽ, പ്രത്യേകിച്ച് തലച്ചോറിനോട് ചേർന്നുള്ള മുഖം പോലുള്ള ഭാഗങ്ങളിൽ തൊലി പോയെടുത്ത് നക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കുക. ഇതിനു പുറമെ ആന്റി ഇമ്മ്യൂണോഗ്ലോബുലിൻ നൽകണം. ഇനി കടിച്ചത് തെരുവ് നായയാണെങ്കിൽ ചെയ്യേണ്ടത്, അതിൽ പേവിഷബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുത്തിവെപ്പ് നൽകണം. എല്ലാ പ്രായക്കാരിലും ഇത് വേണം. എന്നാൽ ഗർഭിണികൾക്ക് കുത്തിവെപ്പ് എടുക്കുന്നതിന് മുൻപ് ഡോക്ടറെ സമീപിക്കുക. കാരണം ഡോസിൽ വരുന്ന മാറ്റം ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും. ഗർഭസ്ഥ ശിശുവിനെ സുരക്ഷിതമാക്കാനാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്. കുട്ടികളിൽ പലപ്പോഴും മുഖഭാഗത്താണ് ആക്രമണം ഏൽക്കുന്നത്. കാരണം അവരുടെ പൊക്ക കുറവാണ്. ഈ അവസരങ്ങളിൽ വാക്സിനേഷന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. പനി, മുറിവ് ഉണങ്ങാതെ ഇരിക്കുക തുടങ്ങിയ അവസ്ഥ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കുക. ഇനി കുത്തിവെപ്പ് എങ്ങനെ എന്ന് നോക്കാം. നിശ്ചിത ഇടവേളകളിൽ കുത്തിവെപ്പ് എടുത്താണ് റാബീസിനെതിരെ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നത്. പണ്ടിത് പൊക്കിളിന് ചുറ്റും വേദനയേറിയ കുത്തിവെപ്പാണ് നൽകിയിരുന്നത്. എന്നാൽ ഇന്നതില്ല. കൈമുട്ടിന് മുകളിൽ പേശിയിലാണ് കുത്തിവെപ്പ് എടുക്കുന്നത്. ഇതിനെ ഇൻട്രാമസ്കുലർ എന്നാണ് പറയുന്നത്. ഇത് 3, 7, 14, 28 എന്നീ ദിവസങ്ങളിലാണ് നൽകുന്നത്. പേശികളിൽ എടുക്കുന്നതിന് പകരം തൊലിപ്പുറത്ത് എടുക്കുന്നത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിനേഷൻ അഥവാ IDRV 3, 7, 28 എന്നീ ദിവസങ്ങളിലാണ് എടുക്കേണ്ടത്. 90-ാം ദിവസം ബൂസ്റ്റർ ഡോസും എടുക്കണം. ഇവയ്ക്ക് പുറമെ കടിയേറ്റ വ്യക്തിയെ വൃത്തിയുള്ള സാഹചര്യത്തിൽ നന്നായി പരിപാലിക്കുക. പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമായ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnichealthcode.com.